വയനാട്ടിൽ രാവിലെ ഉണ്ടായത് ഭൂചലനമല്ലെന്ന് സ്ഥിരീകരിച്ചു. ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സിസ്മോളജിക് സെന്റർ അറിയിച്ചു. പ്രകമ്പനമായിരിക്കാമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പ്രകമ്പനം ഉണ്ടായെന്ന് പറയപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിൽ പരിശോധന തുടരുകയാണ്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടതല്ല പ്രദേശവാസികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും രംഗത്തെത്തിയിരുന്നു. ഭൂമികുലുക്കമുണ്ടായെന്നാണ് ആദ്യം സംശയമുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ വയനാട്ടിൽ നിന്നും ഭൂമികുലുക്കത്തിന്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നുമാണ് KSDMA അറിയിച്ചത്. വിശദമായ പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനകളിൽ ഭൂമി കുലുങ്ങിയതായുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. വലിയ രീതിയിലുള്ള കുലുക്കം എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും ശബ്ദവും കേട്ടതായി നേരത്തെ വാർത്ത വന്നിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. അമ്പലവയൽ വില്ലേജിലെ RARS, മങ്കൊമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി, മാളിക, പടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചീരൻ വില്ലേജിലെ സേട്ടുകുന്ന്, വെങ്ങപ്പള്ളി വില്ലേജിലെ കാലറ്റപ്പടി, മൈലടിപ്പടി, ചോലപ്പുറം, തെക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാര്യ നിർവഹണ വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. എടക്കലിൽ ഉഗ്ര ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. നെന്മേനി വില്ലേജിലും അമ്പലവയൽ വില്ലേജിന്റെ ഭാഗങ്ങളിലും ശബ്ദമുണ്ടായെന്നും ഒപ്പം വിറയലും ഉണ്ടായെന്നും നാട്ടുകാർ പറയുന്നു. 2 സെക്കൻഡോളം മാത്രമാണ് വിറയൽ ഉണ്ടായിട്ടുള്ളത്. വീടുകളും കിണറുകളും പരിശോധിച്ചെങ്കിലും വീടുകളിൽ വിള്ളലുകളോ കിണറുകളിലെ വെള്ളം കലങ്ങിയതായോ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ കിലോമീറ്ററുകളോളം മേഖലയിൽ ഈ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്.